ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് വാറ്റ് ഇംപ്ലിമെന്റേഷൻ ടൈം ലൈൻ. അതായത് നമ്മൾ GCCയിലുള്ള 6 രാജ്യങ്ങളും പല ടൈമുകളിലായിട്ടാണ്, പല വർഷങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെ വർഷങ്ങളിലാണ്, എത്രയാണ് അതിന്റെ ടാക്സ് പെർസെൻറ്റേജ്, കറന്റ് ഉള്ള ഇപ്പോഴത്തെ ടാക്സ് പെർസെൻറ്റേജ് എത്രയാണ്, അത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു കോഴ്സ്, അതായത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2018 ജനുവരി 1 എന്ത് ചെയ്തിരിക്കുന്നത്, UAE വാറ്റ് ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 5% ആണ് അവരുടെ ടാക്സ് റേറ്റ്. അതായത് ഇത് ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി ആ പറയുന്ന 2018 ജനുവരി 1 മുതൽ അവർ വിൽക്കുന്ന ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും വിൽക്കുന്ന എന്താണ് ഗുഡ്സ്, പ്രൊഡക്റ്റിന്മേലും സർവീസിന്മേലും എന്ത് ചെയ്യണം, 5% ടാക്സ് ഗവൺമെന്റിന് പേ ചെയ്യണം. ഇപ്പോഴും അത് 5% ആയിട്ട് നിലനിൽക്കുന്നു. ഓക്കെ, സെക്കൻഡ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് 2018 ആ സെയിം ഡേറ്റിൽ തന്നെ സൗദി അറേബ്യയിൽ എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. ആ 2018 ജനുവരി 1 ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ടാക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആണ്. എന്നാൽ അത് 2020 ആയപ്പോൾ അതെന്ത് ചെയ്തു, 15%ലേക്ക് മാറി. ഓക്കെ, കോവിഡിന്റെ സമയമായപ്പോൾ. കാരണം മാത്രമല്ല അതൊരു UAE വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു രാജ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡെവലപ്മെന്റ് എല്ലാം നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 2020 ജൂലൈ 1 മുതൽ എന്ത് ചെയ്തു, 5% ടാക്സിൽ നിന്നും 15% ടാക്സിലേക്ക് അത് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇപ്പോ ഓരോ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴും സർവീസ് നടത്തുമ്പോഴും അതിന്റെ ടാക്സ് എന്ന് പ്രൊഡക്റ്റ്, അതായത് ഗവൺമെന്റിലേക്ക് കളക്ട് ചെയ്യുന്ന, പേ ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് 15% ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ബഹ്റൈൻ ആണ്. 2019 ജനുവരി 1 ബഹ്റൈൻ എന്ത് ചെയ്തു, ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്തു. ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് 5% ആണ് ടാക്സ് ഉണ്ടായിരുന്നെങ്കിലും 2022 എന്ത് ചെയ്തു, അത് 10% ആയിട്ട് അവർ ഉയർത്തി. അപ്പോൾ അവിടെ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കും സർവീസുകൾക്കും ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഒമാനാണ്. 2021 16 ഏപ്രിൽ 2021 ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സെയിം ടാക്സ് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. 5% ആണ് അവിടുത്തെ ടാക്സ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഖത്തറിൽ ഇതുവരെയും ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷേ വാറ്റ് ലോ അവരെന്ത് അപ്രൂവ്ഡ് ആണ്. ഏത് ടൈം വേണമെങ്കിലും, അതായത് 2026 ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യും, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോ ആ വാറ്റ് ലോ പ്രകാരം അവരുടെ ടാക്സ് പെർസെൻറ്റേജ്, അതായത് ജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കുവൈറ്റിൽ ഇനിയും കുറച്ച് ടൈമോളം പിടിക്കും എന്തായാലും വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അണ്ടർ റിവ്യൂ ആണ്. ഇനി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് കുറച്ച് ടൈം ഡിലേ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവിടുത്തെ പ്രകാരം തന്നെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% തന്നെയാണ്. ക്ലിയർ അല്ല? ഓക്കെ, ഇതാണ് നമ്മുടെ വാറ്റ് ഇംപ്ലിമെന്റേഷൻ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഓരോ രാജ്യങ്ങളും പല പല ഘട്ടങ്ങളിലും പല പല വർഷങ്ങളിലുമാണ്. ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്തത് വെച്ചിട്ട് പിന്നീടുള്ള വർഷങ്ങളിൽ അവർ ഇൻക്രീസ് പെർസെൻറ്റേജ് കൂട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ കറന്റ് ഇപ്പോ ഓരോ രാജ്യങ്ങളിലുള്ള ടാക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE 5%, സൗദിയിലാണെങ്കിൽ 15%, ബഹ്റൈനിലാണെങ്കിൽ 10%, ഒമാനിൽ 5%, ഖത്തറും കുവൈറ്റും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വാറ്റ് ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ വിൽക്കുന്ന സാധനത്തിനോ അതുപോലെ തന്നെ വിൽക്കുന്ന സർവീസിനോ ഇതുവരെയും ജനങ്ങളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ്ജക്റ്റ്.